German cars എന്ന് പറയുമ്പോഴേ അന്ന് ഭയങ്കര മെയിൻ്റെനൻസ് ആയിരിക്കും, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റ് കയ്യിൽ നിൽക്കില്ല, അങ്ങനെ ലോങ് പോകാനുള്ളതായിരുന്നോ? ലോങ് യെസ് ആൻഡ് നോ ആണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ. ഒരു 2 months അന്ന് ഞങ്ങൾ മറ്റേ വണ്ടി വാങ്ങിയിട്ടില്ല. 2 months വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ, ഷോറൂമിൽ നിന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വണ്ടി തിരിച്ചു കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യുവാൻ ടൈഗോൺ എടുക്കുവാണെങ്കിലോ വാങ്ങിയ പ്രൈസ് അത് തിരിച്ചു തരാം 5-6 years കഴിഞ്ഞിട്ട്. ആദ്യത്തെ ഒരു 4 വർഷത്തിനകത്ത് 6 തവണയോളം മാറി. ഹലോ ഫ്രണ്ട്സ്, വാക്കത്തിന് എഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. Volkswagen Vento ഇതാണ് നമ്മൾ ഇന്ന് യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന വാഹനം. ഇത് 2018 മോഡൽ Volkswagen Vento ആണ്. ഇതിൻ്റെ പെട്രോൾ മാനുവലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ആനിവേഴ്സറി സ്പെഷ്യൽ എഡിഷൻ ഓൾ സ്റ്റാർ വേരിയൻറ്റ് വെൻറ്റോ ആണ്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനാണ് ഇന്നത്തെ വീഡിയോ. ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോണ്ട സിറ്റീസും ഹ്യൂണ്ടൈ വെർണയും അങ്ങനെ കുറേ സെഡാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് വെൻറ്റോ എന്നുള്ളൊരു വാഹനം ചൂസ് ചെയ്തു? വെൻറ്റോ ജർമ്മൻ കാസിന് പൊതുവേ മെയിൻ്റെനൻസിനെ പറ്റി കുറേ ആളുകൾക്ക് പേടിയുണ്ടായിരുന്നു ജർമ്മൻ കാസ് എടുക്കാനായിട്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം മെയിൻ്റെനൻസ് എന്നുള്ളത് എല്ലാവർക്കും, എല്ലാ ബ്രാൻഡ്സിനും അത്യാവശ്യം മെയിൻ്റെനൻസ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഡ്രൈവിനെ മാത്രം ഫോക്കസ് ചെയ്തെടുക്കുന്നവർ ജർമ്മൻ കാസിലോട്ടാണ് പോകാറ് പൊതുവേ. ഇപ്പം ഇതിൻ്റെ പുതിയ തലമുറയിൽപ്പെട്ട Volkswagen Virtus ഒക്കെ നല്ല രീതിയിൽ വിറ്റുപോകുന്ന സെഡാനാണ്. അപ്പം അന്ന് എങ്ങനെ ഇതിലോട്ട് വരാൻ തോന്നി എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ യൂസറിനോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അങ്ങനെ Volkswagen Ventoയുടെ ഓണർ ഇതാണ്. ഹായ് ബ്രോ. ഹായ്. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ റെനോ കൈഗറിൻ്റെ ഒരു റെഡ് കൈഗറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തിയേക്ക് ആളുകൾക്ക്. ഞാൻ മാത്യു കോശി. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ബാംഗ്ലൂരിൽ. ഞാൻ നെഫിയുടെ ഒരു പഴയ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതെ, നമ്മൾ കൈഗറിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. അന്നേ നമ്മൾ വെൻറ്റോ കിടക്കുന്ന കണ്ടപ്പോൾ വെൻറ്റോയുടെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം, ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം അന്ന് 2018 മോഡലല്ലേ? 2017 ലാസ്റ്റ് ഡിസംബർ. അപ്പം അന്നൊക്കെ വണ്ടി നോക്കിയ സമയത്ത് ഏതൊക്കെ വണ്ടിയിലായിരുന്നു ഓപ്ഷൻസ് ഉള്ളത്? സെഡാൻ തന്നെ എടുക്കാനായിരുന്നോ പ്ലാൻ? എങ്ങനെയൊക്കെയായിരുന്നു അന്ന്? ഒരു സി ടൈപ്പ് സെഡാൻ, സിറ്റി, വെൻറ്റോ, വെർണ, ഇത് മൂന്നും നോക്കിയായിരുന്നു മെയിനായിട്ട്. ഓക്കെ, അതിൽ കമ്പാരിറ്റീവ്ലി നോക്കി വന്ന് അവസാനം ഫൈനലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും വെൻറ്റോ അങ്ങ് ഫൈനലൈസ് ചെയ്തു. എന്തൊക്കെ ഘടകങ്ങളായിരുന്നു ഇതിലോട്ട് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ? മെയിനായിട്ട് Volkswagen ഒരു ജർമ്മൻ ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫോർട്ട്, എർഗണോമിക്സ്, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ജർമ്മൻ ആയതുകൊണ്ട്. അതായിരുന്നു മെയിനായിട്ട്. പിന്നെ ഓടിച്ച് നോക്കിയപ്പോഴും ഇതാ ഇഷ്ടപ്പെട്ടത്. ലുക്സും എല്ലാം ഇതാണ് കമ്പാരിറ്റീവ്ലി ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും, ഫാമിലിയിൽ എല്ലാവർക്കും. ഇതിന് 1.6 ലിറ്റർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. 103 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം അത് വെച്ചിട്ടന്ന് ഹോണ്ട സിറ്റി ഒക്കെ ഉപയോഗിച്ചപ്പം മെയിൻലി പെട്രോളിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഉപയോഗിച്ചപ്പോൾ എങ്ങനെ തോന്നി? വെർണ ഹോണ്ട സിറ്റി ഒക്കെ ഉപയോഗിച്ചപ്പോൾ, ഓടിച്ചു നോക്കിയപ്പോൾ? കുറേ നാൾ മുമ്പായിരുന്നു, 5-6 years മുമ്പായിരുന്നു. എല്ലാ അത്യാവശ്യം പവർഫുൾ ആയിരുന്നു. പക്ഷെ ഇതാണ് എനിക്ക് ഓടിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിളും കൺട്രോളും ഹാൻഡ്ലിങ്ങും എല്ലാം ഒരു ഫീല് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. ഓക്കെ. അപ്പം 2018 ഇത് എടുത്തപ്പോൾ എത്രയായിരുന്നു ഓൺ റോഡ് പ്രൈസ് ആയത്? ഓൺ റോഡ് 9.93, സംവെയർ ക്ലോസ് ടു 10. 10 lakhs-നാണ് അന്ന് ഇത് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇതിന്റെ ന്യൂജൻ വന്നിരിക്കുന്നത് നമ്മുടെ Virtus 18 like one below the top variant. മാനുവലാണ്. ഓക്കെ, അപ്പോൾ ഈ 10ഉം 18 lakhs-ഉം അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. ഓടിച്ചോ? വെർട്ടസ് ഓടിച്ചിട്ടില്ല. ടൈഗൂൺ ഓടിച്ചായിരുന്നു. കൈഗർ എടുക്കാൻ പോയപ്പം ടൈഗൂൺ ഓടിച്ച് നോക്കിയിരുന്നു, നല്ലതായിരുന്നു. വെർട്ടസ് ഓടിച്ചില്ല. ഓക്കെ, അപ്പോൾ അന്ന് ഇപ്പം ജർമ്മൻ കാസ് എന്ന് പറയുമ്പോഴേ അന്ന് ഭയങ്കര മെയിൻ്റെനൻസ് ആയിരിക്കും, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റ് കയ്യിൽ നിൽക്കില്ല, അങ്ങനത്തെ കുറേ പേടികളുള്ള സമയമായിരുന്നു. ശരിയാ. അന്ന് അപ്പം അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അതിനെപ്പറ്റിയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ നോക്കിയായിരുന്നു എത്രയാണ് സർവീസ് ചാർജ്. അന്ന് 12,000 ആയിരുന്നു എടുത്ത സമയത്ത്, ഫസ്റ്റ് 2 years. പിന്നെ Volkswagen കുറച്ചത്, കാരണം ജനറലി ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നല്ലോ ജർമ്മൻ കാർസ് മെയിൻ്റെനൻസ് കൂടുതലാണെന്ന്. പിന്നീട് കൺസിസ്റ്റൻ്റ് ആയിട്ട് 8,000.
8,000 ഉള്ളായിരുന്നു. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഇതിന് 15,000 സർവീസ് പെർ ഇയർ, ബാക്കിയെല്ലാം 10,000 നോർമൽ കാർസ്. ഓക്കെ, അതായത് ഇതിന്റെ 2 സർവീസ് എന്ന് പറഞ്ഞാൽ 30,000 കിലോമീറ്ററിനാണ് 2 സർവീസ് ആവുന്നത്. പക്ഷെ മറ്റു വണ്ടികളാണെങ്കിൽ 3 പ്രാവശ്യം സർവീസ് ചെയ്യേണ്ടി വരും. അതിന്റെ കോസ്റ്റും ഇതിനപ്പോൾ 8,000 വെച്ച് 2 പ്രാവശ്യം, 8,000, അതായത് 16,000 3 സർവീസ് ചെയ്യാൻ പറ്റും, ജനറൽ സർവീസ് അല്ലേ. പിന്നെ 5 ഇയർ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിരുന്നു അന്ന് എടുത്തിരുന്നു. അതുകൊണ്ട് 5 ഇയറിലേക്ക് മെയിൻ്റനൻസ് ഒന്നും വന്നില്ല. അങ്ങനെ അതെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തതാണ്. ഓക്കെ, 10 lakhs നല്ലൊരു പാക്കേജ് ആയിട്ട് തോന്നിയല്ലേ. ഇപ്പം റീസെൻ്റ്ലി തന്നെ വോക്സ്വാഗൻ ഷോറൂമിൽ നിന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ വണ്ടി തിരിച്ചു കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യുവാൻ ടൈഗൂൺ എടുക്കുവാണെങ്കിലോ വാങ്ങിയ പ്രൈസ് അത് തിരിച്ചു തരാം 5-6 ഇയേഴ്സ് കഴിഞ്ഞിട്ട്. പ്രൈസ് കൂടിയല്ലോ നല്ലതായിട്ട്. വെൻഡോ നിർത്തി, പോളോ നിർത്തി, അപ്പോൾ ഡിമാൻഡും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മള് ഒരു ഫോക്സ്വാഗൻ ടൈഗൂണിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏജ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ. അപ്പം ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു പോളോ അദ്ദേഹം മേടിച്ച പൈസയെക്കാട്ടിൽ 25,000 എക്സ്ട്രാ കൊടുത്തിട്ട് ഷോറൂം തിരിച്ചെടുക്കാമെന്ന്. അപ്പം അന്ന് ആ വീഡിയോയിൽ കമൻസ് ഒക്കെ കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ കുറേ വന്നിരുന്നു കുറേ. പക്ഷേ ഇതാണ് ശരിക്കുള്ള സത്യാവസ്ഥ. ഫോക്സ്വാഗന്റെ ഡിമാൻഡുള്ള കുറച്ച് വാഹനങ്ങളാണ് അതൊക്കെ കമ്പനി തന്നെ അതിലും കൂടുതൽ പ്രൈസിലും ചിലപ്പോൾ അതേ പ്രൈസും തിരിച്ചെടുക്കും. ഇത് വണ്ടി വാങ്ങിയ പ്രൈസിൽ തന്നെ ഇത്ര വർഷത്തിന് ശേഷം ഷോറൂം തിരിച്ചെടുക്കാന്ന് പറഞ്ഞു. ഷോറൂം പ്രൈസിൽ തിരിച്ചെടുക്കാവുന്ന. അപ്പം ടൈഗൂണായിട്ടുള്ള എക്സ്ചേഞ്ച് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് ഞങ്ങൾ കൈകാരെല്ലാം വാങ്ങിയിരുന്നു. പിന്നെ എക്സ്ചേഞ്ചിന് ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് അതിന് പോയില്ല. ഓക്കെ, എങ്കിലും നല്ല റീസെയിൽ വാല്യൂവും അത്ര മെച്ചമെന്ന് പറയാനില്ലായിരുന്നു അന്ന് പറയുമ്പോഴേ അല്ലേ. ജർമ്മൻ കാസിനൊക്കെ എന്ന് പറയുമ്പോൾ അന്ന് ഫോക്സ്വാഗനൊക്കെ എടുത്താൽ അതിനൊക്കെ ടൊയോട്ടോ മാരുതി ഒക്കെ എടുത്താലേ കാര്യമുള്ളൂ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം പറയുന്നു. പക്ഷെ വിലയുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു ഇത്രയും കാലം ഫോക്സ്വാഗൻ വെൻഡോ യൂസ് ചെയ്തിട്ട്? എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുവാണെങ്കിൽ, കംഫർട്ടബിൾ ആണ്, എർഗണോമിക്സ് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഡ്രൈവറിനെ ഇരിക്കുമ്പം ആളുടെ കംഫർട്ടബിൾ ലെവലുകളിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. സീറ്റ് ബെൽറ്റ് വെക്കാനുള്ളത്, ഡിക്കി ഓപ്പണിംഗ്, ഫ്യൂവൽ ടാങ്ക് ഓപ്പണിംഗ്, എല്ലാം ലൈക്ക് അവർ ഒരു ഡ്രൈവറിനെ മൈൻഡിൽ വെച്ചിട്ടാണ് അതൊരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു അഡ്വാൻറ്റേജ്. പവർ നന്നായിട്ടുണ്ട്, കംഫോർട്ട്, റൈഡിങ് കംഫോർട്ട്, ബാക്ക് സീറ്റിലും ഫ്രണ്ട് സീറ്റിലും എല്ലായിടത്തും ലൈക്ക് ഫാമിലിയും എല്ലാവർക്കും ഈ വണ്ടി ഇഷ്ടമാണ് നല്ലതായിട്ട്. ആണ് എന്നുവെച്ചാൽ ഡ്രൈവറിന് മാത്രമാണോ? അല്ല, എല്ലാവർക്കും, ഫാമിലിയിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. ബാക്ക് സീറ്റിലും കംഫർട്ടബിൾ ആണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ്. സ്പേസ് എങ്ങനെ ഉണ്ട്? സ്പേസ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. ബൂട്ട് സ്പേസും ഉണ്ട്, സീറ്റിംഗ് സ്പേസും ഉണ്ട്, എല്ലാം കംഫർട്ടബിൾ. ബാക്കിലിരിക്കുന്നവരുടെ ലെഗ് സ്പേസും ഓക്കെയാണ്. നല്ല ലെഗ് സ്പേസ് ഉണ്ട് ആക്ച്വലി. ഉണ്ട്. സെഡാനിലൊക്കെ അത് വേണമല്ലോ അല്ലേ, ഇത്രയും ലെങ്തി ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്? വേറെ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് അഡ്വാൻറ്റേജസ്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഏജ് ആയാലും അധികം തോന്നിക്കത്തില്ല. ലൈക്ക് ബേസിക്കലി വണ്ടി 6 ഇയേഴ്സ് കഴിഞ്ഞെന്ന് തോന്നത്തില്ല. അത്രയ്ക്ക് പുതിയ വണ്ടിയായിട്ട് തന്നെ, കംപ്ലീറ്റ്ലി പുതിയതല്ലെങ്കിലും ഒത്തിരി ഏജ് അത്ര ഫാസ്റ്റായിട്ട് ഏജ് ആവത്തില്ല. കാര്യങ്ങളും എല്ലാം സ്മൂത്തായിട്ട് പഴയതുപോലെ തന്നെ ഉണ്ട്. എങ്കിലും ഇപ്പൊ ഈ ഫോക്സ്വാഗൻ 2.0 വരുന്നതിന് മുമ്പ് 10 വർഷം മുമ്പുള്ള പോളോയും പുതിയ പോളോയും ഇന്റീരിയർ ഏകദേശം ഒരേപോലൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഇന്റീരിയറും എക്സ്റ്റീരിയറും മെയിൻലി എല്ലാം ഒരുപോലെ തന്നെ ആയിരുന്നല്ലോ. അപ്പം ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സുകൾ അന്ന് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു? മീൻസ് ടോപ്പ് വേരിയന്റ് തൊട്ട് താഴത്തെയാണ്. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സുകൾ അന്ന് കമ്പാരിറ്റീവ്ലി അത്ര ഇപ്പോഴത്തെ പോലെ അത്ര ഫീച്ചേഴ്സ് ഇല്ല. ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഓട്ടോമാറ്റിക് AC, ക്ലൈമറ്റ് കൺട്രോൾ റിയർ AC വരുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ റിയർ AC വരുന്നുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഒരു ബേസിക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുതിയത് ആഡ് ചെയ്യുമായിരുന്നു, ടച്ച് സ്ക്രീനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമായിരുന്നു. പിന്നെ ക്യാമറ ഉണ്ടായിരുന്നു അന്ന്? ക്യാമറ വരത്തില്ലല്ലോ. ക്യാമറ ഇല്ലായിരുന്നു. ബാക്ക് സെൻസേഴ്സ് ഉണ്ടായിരുന്നു, പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ടായിരുന്നു. എയർ ബാഗ്സ്, 2 എയർ ബാഗ്, ABS, അങ്ങനത്തെ ബേസിക് ഫീച്ചേഴ്സ് കുറച്ച് അന്ന് അത്രയൊക്കെ ഉള്ളായിരുന്നു മിക്ക കാർസിനും. പിന്നീടാണ് പ്രത്യേകിച്ച് ഫോക്സ്വാഗന് ഫീച്ചേഴ്സ് കൊടുത്ത് ഉള്ള പരിപാടി ഇല്ലായിരുന്നല്ലോ അന്നേ. ശരി, അന്നേ ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്രയും ഫീച്ചേഴ്സുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. അവർ ബേസിക്കലി ഡ്രൈവ് കംഫോർട്ടും ബോഡി ക്വാളിറ്റിയും ഒക്കെ ആയിരിക്കുമല്ലോ അന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ ലോങ് ഒക്കെ പോയിട്ടുണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. ഇതിൽ അത്യാവശ്യം ലോങ് പോയിട്ടുണ്ട്. കൂടുതലും വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പം കൂടുതലും അപ്പയാണ് ഉപയോഗിക്കുന്നത്. ഞാനും നാട്ടിൽ വരുമ്പം, അല്ലെങ്കിൽ കോവിഡിന്റെ സമയത്ത് കുറച്ച് നാൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്തും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്.
പിന്നെ തിരുനെൽവേലി ഒരു തവണ പോയിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ പോയിട്ടുണ്ട്. ലോങ് ഡ്രൈവിൽ എങ്ങനെ ഫീൽ ചെയ്തു ഇതിന്റെ ഒരു കംഫർട്ട്? അല്ലെങ്കിൽ ലോങ് പോകാൻ കൊള്ളാമായിരുന്നോ? ലോങ് യെസ് ആൻഡ് നോ ആണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ. ഒരു പ്രോപ്പർ ഹൈവേസ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് കിട്ടുവാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാം. പക്ഷേ നമ്മൾ പോകുന്നിടത്ത് പലയിടത്തും നമ്മൾ പ്ലാൻ ചെയ്ത് പോകേണ്ടി വരുന്ന ഒരു ഇതുണ്ട്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു റിസോർട്ട് എടുക്കുവാണെങ്കിലും നമ്മളതൊക്കെ ഒന്ന് നോക്കി എവിടെയാണ് റോഡ് എങ്ങനെയുണ്ട് അതെല്ലാം ഒന്ന് നോക്കിയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം റോഡ് മോശമാണെങ്കിൽ അടിയിടിക്കും. അപ്പം അങ്ങനെ ഒരു കൺസേണും ഉണ്ട്. പക്ഷേ ഹൈവേയിൽ ഒരു പ്രോപ്പർ ഹൈവേയിൽ നല്ലൊരു പുലിയാണ്. അപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ എന്തായാലും സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതോ വലിയ സ്പീഡിൽ ഓടിക്കാൻ താല്പര്യമില്ലാത്ത ആളാണോ? 100-110 ഒക്കെ കയറിയിട്ടുണ്ട്. ബാംഗ്ലൂർ, മൈസൂർ അത്രയൊക്കെ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്റ്റിയറിംഗിൻ്റെ സ്റ്റെബിലിറ്റിയും? കംഫർട്ടബിൾ ആണ് ആക്ച്വലി. കൈഗറിനേക്കാളും കംഫർട്ടബിൾ ഇതാണ്. സ്പീഡ് കയറുമ്പോൾ നമുക്ക് ഇതേലൊരു വിശ്വാസം വരും. സ്പീഡ് കയറിയാലും ഓക്കെ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെന്നുള്ള ഒരു കംഫർട്ടാണ്. ബിഗ് സൈസ് ടയേഴ്സ് ഉണ്ട്, നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും. ഇതിലും കൂടുതൽ കയറുകയൊക്കെ ചെയ്യും. ലൈക്ക് എൻ്റെ കസിൻസും എല്ലാവരും ഓടിക്കുമ്പോൾ ഇതിലും കൂടുതൽ സ്പീഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ മാക്സിമം ഈ ഒരു റേഞ്ചിലേ നോക്കിയിട്ടുള്ളൂ. ബ്രേക്കിംഗ് അതനുസരിച്ച് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ റീസെൻ്റ്ലി ഒരു വെർണ ചെയ്തായിരുന്നു 19 മോഡല്. അപ്പം അത് നമ്മൾ നാളെ ഇത്ത വീഡിയോ ആണ്. പക്ഷേ അതിൻ്റെ ബ്രേക്കിങ് വണ്ടി എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഡീസലായിരുന്നു, പക്ഷേ ബ്രേക്കിംഗ് ഭയങ്കര ഷോക്കായിട്ട് ഫീൽ ചെയ്തു. ഇതിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ബ്രേക്കിംഗ് നല്ലതാണ് ആക്ച്വലി. പെട്ടെന്ന് കിട്ടും. ABS ഉണ്ട്, കംഫർട്ടബിൾ ബ്രേക്കിംഗും ആണ്. കംഫർട്ടബിൾ ആണ്. ABSന്റെ മറ്റേ വൈബ്രേഷൻ പരിപാടികളൊക്കെ ബ്രേക്ക് ചവിട്ടുമ്പോൾ വരാറുണ്ടോ? ഇല്ല. ഇറിറ്റേറ്റിംഗ് ആയിട്ടൊന്നുമില്ല. അപ്പം ലോങ് പോയപ്പം വേറൊരു കാര്യം നോക്കി കാണും, മൈലേജ്. ലോങ്ങിൽ എത്ര മൈലേജ് കിട്ടാറുണ്ട്? അതുപോലെ സിറ്റി റൈഡിൽ എത്ര കിട്ടാറുണ്ട്? അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് വെഹിക്കിളിന്. അറൗണ്ട് 16 ലോങ്ങിൽ കിട്ടുന്നുണ്ട്. ഹൈവേസിൽ അറൗണ്ട് ഒരു 14 അടുത്ത് നമ്മുടെ നോർമലായിട്ട് കിട്ടുന്നുണ്ട്. സിറ്റി കമ്പൈൻഡ് ആയിട്ട് 14 കിട്ടുന്നുണ്ടോ? കമ്പൈൻഡ് ആയിട്ട് 14 കിട്ടുന്നുണ്ട്. ബെറ്റർ മൈലേജ് ആണല്ലോ. നല്ല മൈലേജ്. നമ്മൾ കൈകർ ചെയ്തപ്പോൾ കൈകറിന് എത്രയാണ്? കുറവാണ്, 12. അത് ഓട്ടോമാറ്റിക് ആയിരുന്നു, അതുകൊണ്ട് അത്രേ വരുന്നുള്ളൂ. 12 ഒക്കെ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു കൈകർ മാഗ്നേറ്റിനൊക്കെ അതൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ബേസിക്കലി ആണെങ്കിൽ കുറയുമല്ലോ കുറച്ചുകൂടി. ഇത് മാനുവൽ CVT അല്ലേ? അത് CVT. അതുപോലെ എനിക്ക് തോന്നുന്നു ഹ്യുണ്ടയുടെ വാഹനങ്ങൾ, കിയ സോണറ്റ്, ഹ്യുണ്ടൈ വെന്യൂ ഒക്കെ നോക്കിയാൽ അതിന് ഈ 12-13 ഒക്കെ മൈലേജ് ഉള്ളൂ. അപ്പോൾ ഇതിന് അത്രയും മൈലേജ് ഉണ്ട്. ഒരു 1.6 ലിറ്റർ എഞ്ചിൻ ആയിട്ടും മൈലേജ് ഉണ്ട്. അത് നല്ല ഡ്രൈവിംഗ് സ്റ്റൈലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിൽ 16+ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇത്രയും നാള് ഇത് യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇതിന്റെ കംപ്ലൈൻറ്റ്സ് എന്തൊക്കെ വന്നിട്ടുണ്ട്. കാരണം പോളോയ്സിന് മിക്കവാറും വരാനുള്ള കംപ്ലൈൻറ്റ് ഒന്നാണ് നമ്മുടെ ABS സെൻസറിന്റെ ഇഷ്യൂ. പിന്നെ മറ്റ് ചെറിയ കുറച്ച് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പം അതിന്റെ മെയിൻ്റെനൻസുകളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എന്തൊക്കെ സർവീസിൽ എന്തൊക്കെ പാർട്സ് മാറേണ്ടി വന്നിട്ടുണ്ട്? അതിനെപ്പറ്റി മെയിനായിട്ട് ABS സെൻസേഴ്സ് ആദ്യത്തെ ഒരു 4 വർഷത്തിനകത്ത് 6 തവണയോളം മാറി. പിന്നെ ഉള്ള 2 വർഷം കഴിഞ്ഞ് ഈ ഒരു 2 വർഷത്തിനകത്ത് ഒന്നും മാറിയിട്ടില്ല. ആദ്യത്തെ ഇത്രയും 4 വർഷം കൊണ്ട് 6 തവണ. അതായത് 6 ടയേഴ്സിന്റെ 4 ടയേഴ്സ് പിന്നെയും ഒരെണ്ണം മാറിയത് വീണ്ടും പോയി, അങ്ങനെയൊക്കെ. അത് ശരി. ABS സെൻസർ മാറേണ്ടി വന്നു. പക്ഷെ വാറന്റി ഉണ്ടായിരുന്നു, എക്സ്റ്റൻഡഡ് വാറന്റി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കോസ്റ്റ് ആയില്ല. പക്ഷെ ABS സെൻസറിന്റെ കുറേ തവണ മാറി. പിന്നെ ബാറ്ററി ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വന്നു. വൈപ്പർ ബ്ലേഡ്സ് പോലെ ചെറിയ മെയിൻ്റനൻസ്, ബ്രേക്ക് പാഡ്സ്, വൈപ്പർ ബ്ലേഡ്സ്, അങ്ങനത്തെ ചെറിയ മെയിൻ്റനൻസ്. ഇത് ഒഴിച്ചിട്ട് എത്ര കിലോമീറ്റർ ആയി ഇപ്പോൾ? ടയർ ഇത് അറൗണ്ട് 38,000 ആകുന്നതേ ഉള്ളൂ. ടയർ മാറിയിട്ടില്ലെന്ന് തോന്നുന്നില്ല. ഇല്ല, മാറിയിട്ടില്ല. ആ ടയർ തന്നെയാണ്. പിന്നെ അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇതിൽ ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആഡ് ചെയ്തു. അതിൽ റിയർ ക്യാമറയും ആഡ് ചെയ്തു, GPS എല്ലാം ഉള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആഡ് ചെയ്തു. കാരണം അതില്ലാതെ ഇപ്പൊ പ്രാക്ടിക്കലി ഭയങ്കര പാടായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ. അപ്പം അത് മാത്രമേ ഉള്ളൂ മെയിനായി. അത് മാത്രമേ ആഡ് ചെയ്തത്. അതും എക്സ്റ്റൻഡഡ് വാറന്റി കഴിഞ്ഞിട്ട് ചെയ്യുമായിരുന്നു. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നതുകൊണ്ട് അത് ആഡ് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് അപ്ഗ്രേഡ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ്സ് പറയാനുള്ളത്? ഇത്രയും വർഷത്തെ Volkswagen Vento എക്സ്പീരിയൻസിൽ എന്തൊക്കെയാണ്? ഓക്കെ. ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ചില പാർട്സ് പോയാൽ ഒരുപാട് ടൈം പിടിക്കും അത് കിട്ടാൻ. ഞങ്ങളുടെ ഒരു ഫ്യൂവൽ പൈപ്പ് ഇവൻ്റോടെ ഇത് വന്നത് ഒരു ബഗ് വന്നിട്ട് അത് കടിച്ചു, അത് ലീക്കായി ചെറുതായിട്ട്.
പക്ഷെ ആ പാർട്ട് വരാൻ അറൗണ്ട് 2 months പിടിച്ചു. ഓക്കെ. 2 monthsോളം അന്ന് ഞങ്ങൾ മറ്റേ വണ്ടി വാങ്ങിയിട്ടില്ല. 2 monthsോളം വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം കോവിഡ് ടൈം ആയിരുന്നു, അന്നേരം കുറച്ച് സ്റ്റക്കായിരുന്നു. അങ്ങനെ ഇഷ്യൂ ഉണ്ടല്ലേ? അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ലൈക്ക് എന്തെങ്കിലും പാർട്സ് ഇപ്പോൾ കോമൺലി അവൈലബിൾ പാർട്സ് ആണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും പാർട്സ് ഇവിടെ അവൈലബിൾ അല്ല എങ്കിൽ അത് അവർ വരുത്തിക്കണം. അപ്പോൾ അത് മാറേണ്ടി വന്നു, അത്രയും നാൾ വണ്ടി ഉപയോഗിക്കാതിരിക്കേണ്ടി വന്നു, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഓക്കെ. അത് ഭയങ്കര എക്സ്പെൻസീവ് പാർട്ടായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ? പാർട്ട് അധികം എക്സ്പെൻസീവ് അല്ലായിരുന്നു, പക്ഷേ അവൈലബിലിറ്റി ആയിരുന്നു പ്രശ്നം. ലൈക്ക് അത് സാധനം അവൈലബിൾ അല്ലായിരുന്നു, അത് അവർക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു. ഇങ്ങനത്തെ പാർട്സ് അധികം ചിലപ്പം മറ്റേതുപോലെ എപ്പോഴും സ്റ്റോക്ക് കാണണമെന്നില്ലല്ലോ. സുസുക്കി പോലുള്ള ഒരു ബ്രാൻഡ് ആയിരുന്നെങ്കിൽ കണ്ടേനെ, സ്റ്റോക്ക് കണ്ടേനെ. പക്ഷേ ഇതിനൊന്നല്ല, മിക്ക ബ്രാൻഡ്സും അങ്ങനെ കുറച്ച് റയറായിട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ അവർ സ്റ്റോക്ക് വെക്കാറില്ലല്ലോ. ഇത് വാറണ്ടിയിലായിരുന്നു അല്ലല്ലോ? വാറണ്ടിയിൽ വരില്ലല്ലോ അത് വാറണ്ടിയിൽ, അത് പക്ഷേ വാറണ്ടി പാർട്ട് അല്ലല്ലോ, വിയർ ആൻഡ് ടിയർ ടൈപ്പ് അല്ലേ? വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ ഡാമേജ് അല്ലായിരുന്നു. ഡാമേജ് പാർട്ട് മീൻസ് അങ്ങനെ കട്ട് വന്നതുകൊണ്ട് അത് വാറണ്ടിയിൽ വരില്ലല്ലോ. വലിയ എക്സ്പെൻസീവ് അല്ലായിരുന്നു. എക്സ്പെൻസീവ് അല്ലായിരുന്നു. അവൈലബിലിറ്റിയുടെ പ്രശ്നമായിരുന്നു ഫേസ് ചെയ്തത്. വേറെ നെഗറ്റീവ്സ് എന്തൊക്കെ? മെയിനായിട്ട് ഇത് രണ്ടുമാണ്. പിന്നെ ഇപ്പം പുതിയ വണ്ടികളിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുമ്പം ചെറുതായിട്ട് അകത്ത് ഓക്കെ, പക്ഷെ അതിപ്പോൾ ഏത് വണ്ടി അന്ന് എടുത്തിരുന്നെങ്കിലും അതെ സെയിം തന്നെയല്ലേ? ലൈക്ക് കാരണം ടൈം മാറുന്നതനുസരിച്ച് പുതിയ ഫീച്ചേഴ്സ് വരും. അത് പറയാൻ ഒക്കില്ല. അത് ഓക്കെ. അതൊഴിച്ച് വേറെ അങ്ങനെ ഡിസഡ്വാൻറ്റേജസ് അധികം ഇല്ല. വണ്ടിയിൽ ഹാപ്പിയാണ്. ഓക്കെ. അപ്പം ഇത്രയും നാളിത് ഉപയോഗിച്ചു, ഒത്തിരി വർഷമായില്ല എങ്കിലും ഇതിനൊരു അപ്ഗ്രേഡ് ഉണ്ടെങ്കിൽ അത് എങ്ങോട്ട് പോകാനാണ് താല്പര്യം? ഓക്കെ, വെർട്ടൂസ് നല്ല വണ്ടിയാണ്, പക്ഷെ കാര്യമായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്, അതുകൊണ്ട് ഒരു അപ്ഗ്രേഡ് പോലെ തോന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ തൽക്കാലം അറ്റ്ലീസ്റ്റ് അടുത്തൊരു 5-6 ഇയേഴ്സിലേക്കെങ്കിലും തൽക്കാലം പ്ലാൻ ഇല്ല ഈ ഒരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ. കാരണം അതർവൈസ് ഞങ്ങൾ അന്നേ അപ്ഗ്രേഡ് ചെയ്തേനെ, ഓഫർ വന്നപ്പോഴേ അപ്ഗ്രേഡ് ചെയ്തേനെ. പക്ഷെ തൽക്കാലം കംഫർട്ടബിൾ ആണ്, കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു ഓട്ടോമാറ്റിക് കാറിലേക്ക് ചിലപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും. പക്ഷേ ഓട്ടോമാറ്റിക് ആ ഒരു കാര്യം അത് മാത്രമേ. ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് ഫോക്സ്വാഗൻ വെൻറ്റോയെ പറ്റി നമുക്ക് സംസാരിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ്. വെൻറ്റോ എന്ന് പറയുന്നത് ഇപ്പം നിലവിലുള്ള വണ്ടിയല്ല എങ്കിലും ജർമ്മൻ കാർസൊക്കെ, അന്നത്തെ വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ യൂസേഴ്സൊക്കെ സ്ട്രഗിൾ ചെയ്യുവാണോ ഇപ്പോഴും? മെയിൻ്റെനൻസ് കോസ്റ്റൊക്കെ ഭയങ്കരമായിട്ടാണ്, അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണിത്. പിന്നീട് ഇത് യൂസ്ഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് ഫോക്സ്വാഗൻ വെൻറ്റോ എന്ന് പറയുന്നത്. ജർമ്മൻ കാർസിനോട് താല്പര്യം, പക്ഷേ ഇത്രയും റീസെയിൽ വാല്യൂ ഞാൻ ഇത്രയും ഉണ്ടെന്ന് പ്രതീക്ഷയില്ല കേട്ടോ. ആ ഒരു 10 lakhs എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അത് വണ്ടിയുടെ കണ്ടീഷനോടെ നോക്കണം. കുറച്ച് നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. പോളോയും വെൻറ്റോയും ഡിസ്കണ്ടിന്യൂ ചെയ്തത് പിന്നാണ് റീസെയിൽ വാല്യൂ പെട്ടെന്ന് കൂടിയത്. ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്, കിട്ടാനില്ലാത്തപ്പം ഡിമാൻഡ് കൂടി. ഓക്കെ, അപ്പം ദാറ്റ്സ് ഓൾ. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമ്മൾ പുതിയ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോസ് ധാരാളമായിട്ട് ഇടാറുണ്ട്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.